സഹസ്രനാമം എന്നുള്ള നാമത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാൽ പോലും നമുക്കിത് തീരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മഹത്വം. ഞാൻ പറഞ്ഞ ഇതൊരു ഇതിഹാസ കാവ്യമാണ്. വെറും ഒരു 50 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ ഒരു ബുക്കിനെ നമ്മൾ അത്ര ലാഘവത്തോടെ കാണുന്നു എങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിനും ഉണ്ടാകുന്ന പരിവർത്തനത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൈന്ദവ കുടുംബങ്ങളിൽ ഒരു സ്ത്രീ, ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു അറിവാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി മുന്നോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ലളിതാ പരമേശ്വരി എന്ന് പറഞ്ഞ ലളിതമായി നാം വിളിച്ചാൽ നമ്മുടെ വെളിപ്പുറത്തെത്തുന്ന ലളിതമായ പരമേശ്വരി, പരാശക്തി. ഈ പ്രപഞ്ചത്തെ നാം കാണുമ്പോൾ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന നാം കാണാത്ത ഒരു അദൃശ്യമായ ഒരു ശക്തിയാണ് പരാശക്തി. ആ പരാശക്തി തന്നെയാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ഗ്രന്ഥമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഭാഗവതം തൊടുമ്പോൾ ഭഗവാൻ അവിടെ ജീവനോടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ലളിതാ സഹസ്രനാമം തൊടുമ്പോൾ ലളിതാ പരമേശ്വരി അവിടെ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സത്യം. ആദ്യം ന്യാസം എന്ന് പറയുന്ന ഒരു സംഗതിയോട് ലളിതാ സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകത്തിന് മുൻപ് എന്തിനാണ് ന്യാസം ചൊല്ലുന്നത്? മറ്റുള്ള സെമിറ്റിക് മതങ്ങളൊക്കെ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് മുകളിൽ എവിടെയോ സ്വർഗത്തിൽ നിൽക്കുന്നു. മനുഷ്യരായ നമ്മള് ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യരായിട്ടിരിക്കുന്നു. അങ്ങനെ മുകളിലിരിക്കുന്ന പരമാത്മാവിനോട് നമ്മൾ യാചിക്കുന്നു. അങ്ങനെയല്ലേ ക്രിസ്തു മതവും മുസ്ലിം മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? അവരുടെ ദൈവത്തെ, എവിടെയോ ഇരിക്കുന്ന ദൈവത്തെ അവര് വിളിച്ചിറക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഹൈന്ദവരെന്താ ചെയ്യുന്നത്? ഹൈന്ദവരുടെ ഈശ്വരൻ എവിടെയാണ്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹൈന്ദവ മതം വിശ്വസിക്കുന്ന, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് നാം വിളിക്കുന്ന പരാശക്തി, നാം വിളിക്കുന്ന പരമേശ്വരൻ, നാം വിളിക്കുന്ന ഗണപതി, നാം വിളിക്കുന്ന ഗുരുവായൂരപ്പൻ, ഇവരൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ ലളിതാ സഹസ്രനാമത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. ന്യാസം എന്നത് ചൊല്ലുമ്പോൾ അതിന്റെ ദേവത, ഋഷി, ഛന്ദസ് ഒക്കെയാണ് ഈ പറയുന്നത്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീറ്റർ, എത്ര അക്ഷരം ആദ്യത്തെ വരയിൽ കൊടുത്തിരിക്കുന്നു, എത്ര അക്ഷരം രണ്ടാമത്തെ വരയിൽ കൊടുത്തിരിക്കുന്നു. എല്ലാ മന്ത്രങ്ങൾക്കും ഛന്ദസ്സുണ്ട്, എല്ലാ മന്ത്രങ്ങൾക്കും ഋഷി ദേവതമാരുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ പരാശക്തിയുടെ ഒപ്പം മാനസികമായിട്ട് ഉയരാൻ വേണ്ടിയാണ് ആ ന്യാസം നമ്മൾ ജപിക്കുന്നത്. ന്യാസം ജപിച്ചു കഴിഞ്ഞാൽ ധ്യാന ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയെ ആ ഋഷിമാര് അവരുടെ ധ്യാനത്തിൽ കണ്ട രൂപത്തിലാണ് ഭഗവതിയെ 4 രൂപത്തിൽ 4 ധ്യാന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ജപിക്കുമ്പോൾ ആ ഭഗവതിയും നമ്മളും ഒന്നാണ് എന്ന ഒരു ചിന്ത ധ്യാന ശ്ലോകത്തിൽ, 4ാമത്തെ ധ്യാന ശ്ലോകത്തിൽ നാം അമ്മയോട് അപേക്ഷിക്കുന്നു, അമ്മേ ഞാനും അമ്മയെ പോലെ ഞാനും ഇങ്ങനെ തന്നെ വിഭാവനം ചെയ്തു കൊള്ളട്ടെയോ എന്ന് 4ാമത്തെ ധ്യാന ശ്ലോകത്തിൽ അമ്മയോട് നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. ആ ധ്യാന ശ്ലോകവും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ 1000 നാമങ്ങൾ, സഹസ്രനാമങ്ങൾ, ഓരോ നാമവും ഓരോ അക്ഷരവും ഓരോ ബീജാക്ഷരങ്ങൾ ചേർത്ത് വെച്ച മന്ത്രങ്ങളാണ്. അതായത് പോസിറ്റീവ് എനർജി അത്രമാത്രം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എനർജി ക്യാപ്സ്യൂളുകളാണ് ഓരോ മന്ത്രവും. ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ മന്ത്രവും ഓരോ എനർജി ക്യാപ്സ്യൂളുകളാണ്. ഈ എനർജി ക്യാപ്സ്യൂൾ നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ 40 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്നാണ് ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കും അമ്പലത്തിൽ ഇരുന്ന് നാമം ചൊല്ലുമ്പോൾ ഭഗവതി അവിടെ ഇരുന്ന് കേൾക്കുകയാണ്. അല്ല, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവതി നമ്മുടെ ഉള്ളിലിരുന്ന് ഇത്
ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭാഗവതത്തിന്റെ 2-ാം പേജിൽ എഴുതിയിരിക്കുന്നു, എല്ലാ ഈശ്വരന്മാരും ഗുരുക്കന്മാരാണ്. എല്ലാ പ്രകൃതിയെയും ഗുരുവായി കാണണം. പ്രകൃതിയും ഈശ്വരനും ഗുരുവും ഒന്നായി കാണണം. അപ്പോൾ പ്രകൃതിയും ഈശ്വരനും ഗുരുവും ഒന്നാണ് എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലേ? ഭാഗവതം തുറക്കുമ്പോൾ ആചാര്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു ഗുരുവും, ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണം വന്ദേ ജഗത് ഗുരു. എല്ലാ ഈശ്വരന്മാരും ഗുരുവായി കാണണം. ആ ഗുരുവിനെ പ്രപഞ്ചമായി കാണണം. ആ പ്രപഞ്ചത്തെ ഈശ്വരനായി കാണണം. ഗുരുവും പ്രപഞ്ചവും ഈശ്വരനും എല്ലാം നമ്മളാണ് എന്ന് നാം കാണുമ്പോഴാണ് ഈശ്വരനും നമ്മളും രണ്ടല്ല ഒന്നാണ് എന്ന വിചാരം വരുമ്പോൾ, ഈ ലളിതാ സഹസ്രനാമം 1000 നാമങ്ങൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സെൽഫ് അനലൈസേഷൻ, നമ്മൾ സ്വയം നമ്മളെ തന്നെ തിരിച്ചറിയുന്ന നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം. അതിൻ്റെ ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ ഒരാളാണോ? വെറുതെ വാഗൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ പറയും. ആ ഓരോ നാമത്തിനോടും നമ്മൾ ആത്മാർത്ഥമായി അതിനെ വിശ്വസിക്കുന്നുണ്ടോ? അത് നമ്മളാണോ? ഞാൻ ഓരോന്നിൻ്റെ കുറച്ച് അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടത്തെ നമ്മൾ കാണുന്നത് ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്നാണ് അമ്മയെ വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്, അല്ലേ? പഞ്ചഭൂതങ്ങൾ. ഇനി നാമം ചൊല്ലേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ നാമം ചൊല്ലണം? എന്തുകൊണ്ട് നാമങ്ങൾ എന്നും ചൊല്ലിയാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് നാം അറിയണം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചമഭൂതങ്ങളെ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ: ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഈ 5 ഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഒന്നുകിൽ പരാശക്തിയാകാം, അല്ലെങ്കിൽ പരമശിവനാകാം. ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കോമ്പാക്റ്റ് രൂപമാണ് നമ്മളുടെ ശരീരം. ആണോ? അല്ലേ? ഈ പ്രപഞ്ചം തന്നെയല്ലേ നമ്മളും? ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മളും. അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചഭൂതങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവണ്ടേ? ഉണ്ടോ? ഉണ്ട്. ഭൂമിയുണ്ടോ? ഭൂമി തത്വമുണ്ടോ നമ്മുടെ ശരീരത്തിൽ? ഉണ്ട്. ഏതാണ്? മൂലാധാരം. മൂലാധാരം, സ്വാധിഷ്ഠാനം അഗ്നിതത്വം. മൂലാധാരം, സ്വാധിഷ്ഠാനം, അതിന് മുകളിൽ മണിപൂരകം ജലതത്വം, അതിനു മുകളിൽ അനാഗതം വായുതത്വം, വിശുദ്ധി ചക്രം എന്താണ്? ആകാശതത്വം, ആജ്ഞാചക്രം മനസ്തത്വം. ഇപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന, ഈ ബ്രഹ്മാണ്ടത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ തത്വങ്ങളും നമ്മുടെ ശരീരത്തിലുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബ്രഹ്മാണ്ടം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പരാശക്തി നമ്മുടെ ശരീരത്തിലുണ്ടോ? ഉണ്ട്. എവിടെ? മൂലാധാരത്തിൽ കുണ്ടലിനി ശക്തിയായി പരാശക്തി ഇരിക്കുന്നു. അപ്പൊ നമ്മളൊരു നടന്നു പോകുന്ന പ്രപഞ്ചമാണ്. ഈശ്വരനും ചന്ദ്രനും സൂര്യനും വായുവും ജലവും അഗ്നിയും എല്ലാം അടങ്ങുന്ന ഒരു പ്രപഞ്ചമാണ് നമ്മളും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അവയവം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്, അല്ലേ? ഈ തലച്ചോറിലൊരു തുടിപ്പുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം, ആദ്യം ഒരു കുഞ്ഞ് നമ്മുടെ വയറ്റിൽ ജനിക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഒരു തുടിപ്പായിട്ടാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? ആ തുടിപ്പ് തലയിൽ ഉണ്ടാകുന്ന ആത്മാവിന്റെ തുടിപ്പാണ്. അത് വളർന്ന് ബ്രെയിനാകും. ആ ബ്രെയിൻ വളർന്ന് താഴേക്ക് തലയോടുണ്ടായി. ആ തലയോട് താഴേക്ക് വളർന്ന് 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 നട്ടെല്ലിങ്ങനെ വളർന്ന് എവിടെ വരെ വളരും? ഈ മൂലാധാരം വരെ വളരും ഈ നട്ടെല്ല്.
അതിനെ എന്താണ് പറയുന്നത്? മേരുദണ്ഡാസനം ചെയ്തിട്ടില്ലേ നമ്മള്? മേരുദണ്ഡ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ നട്ടെല്ല്. ഈ നട്ടെല്ലിന്റെ ആ മേരുദണ്ഡിന്റെ അറ്റമാണ് നമ്മുടെ തലയെ ഉയർത്തിപ്പിടിക്കാനും നമ്മൾക്ക് നേരെ നിന്ന് സംസാരിക്കാനും ഡാൻസ് ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് മേരുദണ്ഡാണ്. ഈ മേരുദണ്ഡിന്റെ നടുക്കൂടെ ഒരു സുഷുമ്ന നാഡിയുണ്ട്. ഈ പ്രാണൻ ഈ സുഷുമ്ന നാഡിയിലൂടെ എവിടെ വരും? ഈ മൂലാധാരത്തിൽ വരും. അതിന് ചുറ്റും 2 നാഡികളുണ്ട്. ഇടവശത്ത് ഇടാനാഡി, വലതുവശത്ത് പിങ്കളാ നാഡി. ഇത് രണ്ടും ഇതിനെ ചുറ്റിക്കൊണ്ട് ഈ സുഷുമ്ന നാഡി എവിടെ വന്ന് നമ്മുടെ കുണ്ഡലിനി അല്ലെങ്കിൽ മൂലാധാരത്തിൽ വന്ന് 3.5 ചുറ്റായിട്ട് കുണ്ഡലിനി രൂപത്തിൽ ആ പ്രാണശക്തി, അതായത് പരാശക്തി എന്ന് പറയുന്ന നമ്മൾ കാണാത്ത ആ പരാശക്തി നമ്മുടെ മൂലാധാരത്തിൽ കുണ്ഡലിനി രൂപത്തിൽ, അതായത് കുണ്ഡലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രൂപത്തിനെയാണ് കുണ്ഡലിനി. അത് സർപ്പത്തിന്റെ രൂപത്തിൽ 3.5 ചുറ്റായിട്ട് നമ്മളുടെ മൂലാധാരത്തിൽ ഇതിങ്ങനെ ഇരിക്കുകയാണ്. തടില്ലത സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത എന്ന് ലളിതാ സഹസ്രനാമം പഠിക്കും. തടില്ലത ഒരു മിന്നൽ പിണര് പോലെ. ചിലപ്പം ചില ആളുകൾക്കൊക്കെ അതിന്റെ ആ ഇരിക്കുന്ന ഇരിപ്പിടം ചിലപ്പോൾ മനസ്സിലാകും. നമ്മളെ പോലുള്ളവർക്കൊന്നും അതിനൊക്കെ ഭയങ്കരമായ യോഗ ആസനങ്ങളും ചര്യകളും അല്ലെങ്കിൽ അത്ര ജ്ഞാനങ്ങളൊക്കെ വേണമെങ്കിൽ മാത്രമേ കുണ്ഡലിനിയെ നമുക്ക് ഉണർത്തി സംസാര പത്മത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വലിയ അപകടകരമായ കാര്യമാണെന്നൊക്കെ ചില യോഗീശ്വരന്മാരൊക്കെ പറയുന്നത്. അത് പോട്ടെ. ഈ പരാശക്തി എന്ന പ്രാണശക്തി നമ്മുടെ കുണ്ഡലിനിയിൽ, മൂലാധാരത്തിൽ കുണ്ഡലിനിയായിട്ടിരിക്കുന്ന ഈ ശക്തിയെയാണ് നമ്മള് ലളിതാ സഹസ്രനാമം ചൊല്ലി ഉണർത്തുന്നത്. ഏതൊരു ജീവിക്കും കുണ്ഡലിനി ശക്തിയുണ്ട്. ആ ശക്തി ഇല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കുവാനുള്ള ഊർജം ഉണ്ടാവത്തില്ല. ഈ പ്രാണശക്തി, ആ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ, ഇതാണ് കുണ്ഡലിനി ശക്തി. ഈ പരാശക്തി കുണ്ഡലിനി ശക്തിയായി മൂലാധാരത്തിൽ ഇരിക്കുന്ന ആ ശക്തിയാണ് നമ്മളെ പ്രപഞ്ചവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ശക്തി. ഈ കുണ്ഡലിനി ശക്തി ഉണർന്നവരാണ് വലിയ വലിയ യോഗീശ്വരന്മാര്, വലിയ വലിയ ധനവാന്മാര്, വലിയ വലിയ ആക്റ്റീവായി എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ പവർ ഉള്ളവര്. അത് കുണ്ഡലിനി ശക്തി ഉണർന്നവരാണെന്ന് പറയും. അത് ഉണർത്താൻ എന്താണ് വേണ്ടത്? നിരന്തരം നാമജപം, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, ധാർമ്മികമായ ജീവിതചര്യ, ഇതൊക്കെ ഉള്ളവർക്ക് ഏത് സമയം വേണമെങ്കിലും കുണ്ഡലിനിയെ ഉണർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ മൂലാധാരത്തിലിരിക്കുന്ന പരാശക്തി അമ്മ എന്ന ശക്തി ഒരു കുണ്ഡലിനി രൂപത്തിൽ നമ്മുടെ മൂലാധാരത്തിൽ ഇരിക്കുന്നു. ഇനി ഗണപതി എന്ന് പറയുന്ന ശക്തി എന്താണ്? അതും നമ്മുടെ പ്രാണൻ, നമ്മുടെ ഊർജം, നമ്മുടെ ജീവൻ, അതെവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ്? മൂലാധാരത്തിൽ, അല്ലേ? മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്നൊക്കെ ആ ലളിതാ സഹസ്രനാമം പഠിച്ചാൽ മനുഷ്യന്റെ ശരീരത്തെ ഇനി നമ്മളൊരു അനാട്ടമി ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ശരീരത്തെ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗണപതി എന്ന് പറയുന്ന ശക്തിയും മൂലാധാരത്തിൽ ഇരിക്കുന്നു. എങ്ങനെ? പരാതി ചത്വാരി വാഗാത്മകം. ഗണപതിയുടെ ഒരു കീർത്തനമുണ്ട്, വാദാപി ഗണപത്യം. ഞങ്ങളൊക്കെ ക്ലാസിക്കൽ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന കീർത്തനം അതാ. പരാതി ചത്വാരി വാഗാത്മകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പര, പശ്യന്തി, മധ്യമ, വൈഖരി, ഈ 4 രൂപത്തിൽ ഗണപതി എവിടെ ഇരിക്കുന്നു? നമ്മുടെ മൂലാധാരത്തിൽ. അതുകൊണ്ടാണ് അമ്മ കുളിക്കാൻ പോയപ്പം മകനെ അവിടെ കാവലിരുത്തിയത്. ഇതൊക്കെ കഥയാണെങ്കിൽ പോലും ഇതെല്ലാം സയൻസ് ആണ്. അച്ഛൻ വരാതെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഈ മൂലാധാരത്തിലിരിക്കുന്ന മകനെ അമ്മ കാവലിരുത്തിയിട്ട് പോയി. അതൊക്കെ വളരെ സയൻസ്, അതിനൊരു തത്വമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗണപതിയുടെ തല അച്ഛൻ വെട്ടിക്കളഞ്ഞു എന്നൊക്കെ പറയും. എന്താണ് അത് പറഞ്ഞ? ഒരു മകന്റെ തല വെട്ടാൻ അച്ഛന് സാധിക്കുമോ? ഇല്ല. സാക്ഷാൽ പരമശിവനായ ഭഗവാൻ അത് ഒരിക്കലും സാധിക്കില്ല. പിന്നെ ഈഗോ നശിപ്പിച്ചു കളഞ്ഞു എന്നേ ഉള്ള അതിന്റെ അർത്ഥം.
അത് പോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഈ തത്വങ്ങളൊക്കെ പറയാൻ ഇവിടെ വലിയ ആചാര്യൻ ഇരിപ്പുണ്ട്. ഞാൻ ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ ഗണപതിയും നമ്മുടെ മൂലാധാരത്തിൽ പര, പശ്യന്തി, മധ്യമ, വൈഖരി ഇങ്ങനെ 4 രൂപത്തിൽ ശബ്ദമായി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നു. ഇനി നമ്മുടെ ശരീരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 6 ചക്രങ്ങൾ. ഏതൊക്കെ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര പത്മം. ഇങ്ങനെയുള്ള പത്മങ്ങളിലെല്ലാം, ഈ ചക്രങ്ങളിലെല്ലാം നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, നമ്മൾ ഈ സംസാരിക്കുന്നില്ലേ, നമ്മൾ സംസാരിക്കുന്ന അക്ഷരങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു? ഈ ചക്രങ്ങളിലൊക്കെ നാദങ്ങളായി അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ ഈ മൂലാധാരമോ സ്വാധിഷ്ഠാനമോ മണിപൂരകമോ ഈ ചക്രമോ ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ ഇതൊന്നും കാണാൻ സാധിക്കില്ല. അതാണ് ഈശ്വരന്റെ ശക്തി എന്ന് പറയുന്നത്. ഇത് പക്ഷേ നമ്മുടെ ശരീരത്തിൽ നിന്നല്ലേ വരുന്നത്? ആണോ? ഈ ശബ്ദം എവിടെ ഇരിക്കുന്നു? സംസാരിക്കണമെങ്കിൽ, ഒരു അക്ഷരം ഉരിയാകണമെങ്കിൽ, ഒരു പാട്ട് പാടണമെങ്കിൽ, ഒന്ന് പ്രസംഗിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ബ്രെയിനിനൊരു തോന്നലുണ്ടാവണം, അല്ലേ? നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. എന്തെങ്കിലും മാത്രമേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനോ പാടാനോ പറ്റൂ. ബ്രെയിൻ ഡെഡായ ഒരാളെ മിണ്ടുവോ? ചിന്തിച്ച് സംസാരിക്കുമോ? അപ്പൊ ആദ്യം എവിടെയാണ് ഉണ്ടാവേണ്ടത്? ഈ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, അതിനെ പരാവാണി എന്ന് പറയും. ആ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിലുള്ള 72,000 നാഡികളിലേക്ക് ഇതിന്റെ സിഗ്നൽസ് കൊടുക്കും. അതാണ് പശ്യന്തി വാണി. ഈ വാണി മൂലാധാരത്തിൽ ചെന്ന് ആ ശക്തിയുമായി ചേർന്ന് വീണ്ടും തിരിച്ച് അനാഹതത്തിൽ വരുമ്പോൾ മധ്യമാവാണി. ആ മധ്യമാവാണി തിരിച്ച് നമ്മുടെ ഈ ശിരസ്, നമ്മുടെ താലു, നമ്മുടെ ഓഷ്ടം, ദന്തം, ജിഹ്വ എല്ലാം കടന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അത് അക്ഷരങ്ങളായി, ശബ്ദങ്ങളായി മാറുന്നത്. അപ്പൊ നോക്കൂ, ഒരക്ഷരം സംസാരിക്കണമെങ്കിൽ എന്തെല്ലാം പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ. ആപാദചൂഡം, ബ്രെയിൻ തൊട്ട് താഴെ മൂലാധാരം വരെയുള്ള അവയവങ്ങളും നാഡികൾ, 72,000 നാഡികളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അക്ഷരം ഉരിയാടാൻ നമുക്ക് സാധിക്കൂ. നേരം വെളുത്താൽ വയ്യോളം എന്തെല്ലാം കാര്യം ആവശ്യമില്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? ആ സംസാരം വെറുതെ വാക്കിട്ട് വാചകമടിക്കാതെ ഈ സംസാരമെല്ലാം നാമജപത്തിന് ഉപയോഗിച്ചാൽ നമ്മുടെ പ്രയോജനം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊക്കെ എന്തെല്ലാം കാര്യത്തിനാണ് ചുമ്മാതെ സംസാരിക്കുന്നത്. ഇതെല്ലാം ആര് സംസാരിച്ചാലും, നല്ലത് സംസാരിച്ചാലും ചീത്ത സംസാരിച്ചാലും, ഇതിന്റെ എല്ലാം മാർക്കിടാനിരിക്കുന്ന ജഡ്ജസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന പരാശക്തി, ഗണപതി, പരമശിവൻ, കൃഷ്ണൻ. നമ്മൾ ഈ വിചാരിക്കുന്ന ദൈവങ്ങളെല്ലാം ഓരോ അമ്പലങ്ങളിലല്ല ഇരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി. ഇവരൊക്കെ നമ്മുടെ ശരീരത്തിൽ ജഡ്ജസ് ആയിട്ടിരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മ, നമ്മൾ നല്ലത് ചിന്തിച്ചത് കൊണ്ടും പറഞ്ഞത് കൊണ്ടും, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തിന്മ നമ്മൾ ചിന്തിക്കാതെ പലതും പറഞ്ഞതുകൊണ്ടും പ്രവർത്തിച്ചത് കൊണ്ടും. നമ്മുടെ ചിന്തയാണ് നമ്മുടെ വാക്കുകളായിട്ട് പുറത്തു വരുന്നത്. ആ വാക്കാണ് നമ്മുടെ പ്രവൃത്തിയായിട്ട് തിരിച്ചു വരുന്നത്. നമ്മുടെ ആ പ്രവൃത്തിയാണ് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് വരുന്നത്, അല്ലേ? ആ ഹാബിറ്റ് വളർന്ന് എന്താകും? നമ്മുടെ ക്യാരക്ടറായി മാറും. ആ ക്യാരക്ടറാണ് നമ്മളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്, നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. നമ്മൾ ആരായി തീരണമെന്ന് നമ്മൾ എവിടെ തുടങ്ങണം? നമ്മുടെ ചിന്തകള് മാറ്റണം. നല്ലത് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ലതിനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. ആദ്യം മാറേണ്ടത് എന്താണ്? ചിന്ത. ഞാൻ ഒരു അക്ഷരത്തിന്റെ അതിന്റെ ഫ്രീക്വൻസിയെ കുറിച്ച് സൗന്ദര്യലഹരി പഠിക്കുന്നവരാണെങ്കിൽ
അതിൽ പറഞ്ഞിട്ടുണ്ട് അക്ഷരം 51 അക്ഷരങ്ങൾ. അത് ശിവന്റെ ഡമരുവിന്റെ ശബ്ദമാണെന്നാണ് പറയുന്നത്. ശിവൻ ഡമരുവിലിങ്ങനെ തടവുമ്പോഴും കൊട്ടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ ശബ്ദമാണ് അക്ഷരങ്ങളായി പരിണമിച്ചിരിക്കുന്നത് എന്നാണ് ഒക്കെ ജ്ഞാനികളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ശബ്ദങ്ങളെ വെറും ഒരു അ എന്ന് ഉച്ചരിച്ചാൽ 80 ലക്ഷം യോജന ദൂരെ വരെ പോകാനുള്ള ഫ്രീക്വൻസി ആ അക്ഷരത്തിനുണ്ട്. 80 ലക്ഷം യോജന ആ എന്ന അക്ഷരം സഞ്ചരിക്കുമെങ്കിൽ ആ എന്ന അക്ഷരം അതിന്റെ ഇരട്ടി ദൂരം സഞ്ചരിക്കും. ഇകാരം 90 ലക്ഷം യോജന സഞ്ചരിക്കും. ഇകാരം ഈ എന്ന അക്ഷരം, ഈ എന്ന അക്ഷരം അതിന്റെ ഇരട്ടി ദൂരം സഞ്ചരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഓരോ അക്ഷരത്തിനും ഫ്രീക്വൻസി വളരെ വലുതാണ്. അപ്പം എൻ്റെ മക്കളെ, നമ്മളെല്ലാം സൗന്ദര്യലഹരിയോ ലളിതാ സഹസ്രനാമോ ശിവാനന്ദ ലഹരിയോ ശ്യാമള ദണ്ഡകമോ ഒക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഈ ബീജാക്ഷരങ്ങളൊക്കെ എത്ര ദൂരം സഞ്ചരിക്കുമെന്നൊന്നും ആലോചിച്ചു നോക്കൂ. ചീത്ത പറഞ്ഞാലും സഞ്ചരിക്കുമേ. ആ പറഞ്ഞത് തിരിച്ച് നമ്മളിലേക്ക് വരും. നല്ലത് ചിന്തിച്ചാൽ, നല്ലത് പ്രവർത്തിച്ചാൽ ആ ഒരു ഓറ നമുക്ക് ചുറ്റും ഉണ്ടാകും. ഈ ജീസസ് ക്രൈസ്റ്റിന്റെയും ശ്രീനാരായണ ഗുരുസ്വാമികളുടെയും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഋഷിമാരുടെ ഒക്കെ പടങ്ങൾ എടുത്ത് നോക്കിയാൽ അവരുടെ ശരീരത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ തലയ്ക്ക് പുറകിൽ ഒരു ഓറ ലെവല് കാണാം അല്ലേ? നമ്മുടെയൊക്കെ ലെവലെടുത്ത ഓറ കാണുമോ? കാണുമമ്മ, കാണും. ലളിതാ സഹസ്രനാമം ചെന്നവരാണെ കാണും. കാണത്തില്ല എന്ന് പറയരുത് ഒരിക്കലും. നമ്മളൊക്കെ നല്ലത് ചിന്തിക്കുന്നവരല്ലേ? നമുക്ക് ആരെ പറ്റിക്കണം? നമ്മൾ ആരുടെയും വസ്തു പിടിച്ച് പറിക്കണോ? നമുക്ക് ആരെങ്കിലും ചീത്ത പറയണോ? നമ്മൾ ആരെയുള്ള ധൈര്യം ഉണ്ടോ? നമുക്ക് ഇല്ല അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ പുറത്തും ഓറ ലെവൽ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാം ശരീരത്തിൽ നല്ല ഓറ ലെവൽ ഉണ്ടാകും. ഒരിക്കലും നമ്മൾ അല്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ പരാശക്തിയാണ്. നമ്മുടെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ അമ്മയെ അവിടെ ഇരുത്തി തിരുമേനി അവിടെ ഇരുന്ന് മന്ത്രങ്ങൾ ജപിച്ചുണ്ടാകുന്ന മന്ത്രശക്തിയാലാണ് ആ വിഗ്രഹം അവിടെ ഇരിക്കുന്നത്. നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിലിരുന്ന് ഈ മന്ത്രങ്ങളൊക്കെ ഒന്ന് ജപിച്ചു നോക്കിക്കേ, നമ്മൾ ഒരു നല്ല ശക്തിയുള്ള ഒരു വിഗ്രഹമായി, ജീവനുള്ള വിഗ്രഹമായിട്ട് മാറും. ഈ ഓറ ലെവല് കൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് നോക്കിക്കേ, തടസ്സങ്ങളൊക്കെ മാറും. നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്റെ ഭഗവാനെ ഞാൻ കാണാൻ പോയ ആൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങോട്ട് തിരക്കി വരുന്നു. പല പല അവസരങ്ങളിൽ നമുക്ക് നന്മ വരുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മുടെ ഓരോ ലെവലിന്റെയാണ്. ഇന്ന് 5 മണിക്ക് രാവിലെ എണീറ്റ് നാമം ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെയും അതേ സമയം നാമം ചൊല്ലുന്ന ഒരമ്മ, അതിന്റെ പിറ്റേന്നും അങ്ങനെ നാമം ചൊല്ലുന്ന ഒരമ്മ, ഡെയിലി നമ്മൾ ഈ നാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു ഓറ ലെവല് നമ്മുടെ ബാക്കിലുണ്ടാവും. നമ്മളെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോ. നാമജപം അത്രമാത്രം ശക്തിയുള്ളതാണ്. രാമായണ മാസം ഇന്നലെ കഴിഞ്ഞു അല്ലേ? നാമജപം കൊണ്ട് ശക്തി ഉണ്ടാകുമോ? രാമായണം വായിച്ചിട്ടുള്ളവർക്കറിയാം. വെറും ഒരു കള്ളനായിരുന്ന, പിടിച്ചുപറിക്കാരനായിരുന്ന, ഒരു കാട്ടാളനായിരുന്ന രത്നാകരൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ വാത്മീകി എന്ന മഹത്വമായ ഒരു പ്രതലത്തിലേക്ക് ഉയർത്തുവാൻ അദ്ദേഹം എന്താണ് ചെയ്തത്? രാമ 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 എന്ന നാമം ജപിച്ചു. അത് തന്നെ ഒരു ദൃഷ്ടാന്തമല്ലേ? വാക്കുകളെ കൊണ്ട് സമയത്ത് ആ വാക്കുകൾ ശരിയായി ഉച്ചരിച്ചില്ല എങ്കിൽ അത് നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ കുളമാക്കും, കുടുംബത്തിന് തകർച്ചയുണ്ടാക്കും എന്നും നമുക്ക് രാമായണത്തിൽ കാണാം. ദശരഥ മഹാരാജാവ് എന്താണ്? ദശരഥ മഹാരാജാവ് 10 ദിക്കിലേക്കും ഒരേപോലെ രഥം ഓടിച്ച് അതിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ആളാണ്. അത്ര പ്രാഗൽഭ്യമുള്ള ആളാണ്. പക്ഷേ കൈകേയി എന്ന അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ മോഹിച്ചു. ആവശ്യമില്ലാത്ത 2 വരം കൊടുത്തു അല്ലേ? ഈ പെണ്ണുങ്ങളെ മോഹിച്ചിട്ട് അവരുടെ എന്തെങ്കിലും ഒന്ന് ചെയ്തെഴുതാൻ നിനക്കാൻ ഇത് തന്നേക്കാം എന്ന് പറഞ്ഞു. ആ 2 വരം അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായില്ലേ? ആയോ? ദശരഥ മഹാരാജാവിന്റെ കഥ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? അത് ആ 2 വരമാണ് അവസാനം
ദോഷമായിട്ട് അദ്ദേഹത്തിന് ഭവിച്ചത്. ആ വരം കൊടുക്കുവാൻ വേണ്ടിയാണ് സ്വന്തം മകനെ, അല്ലേ, 40 സംവത്സരം കാട്ടിലേക്കേണ്ടി വന്നത്. അതൊന്ന് കൈകേയോ ഇതൊന്നും ഈ വരം ഉണ്ടെന്നൊന്നും ഓർത്തില്ല. അവരിങ്ങനെ സുഖലോലുപയായിട്ട് ഭഗവാന്റെ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ജീവിച്ചു വരുമ്പോ മന്ധര വീട്ടിൽ ആവശ്യമില്ലാതെ കയറി വരുന്ന, അവിലോകത്തെ ന്യൂസും കൊണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളെ കുത്തുന്ന കുറെ പെണ്ണുങ്ങളില്ലേ, ഈ മന്ധരമാർ ഇന്നും ഉണ്ട് അന്നും ഉണ്ട്. അവള് വന്നിട്ട് ആ കൈകേയി മാതാവിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. നീ ഇങ്ങനെ ഇവിടെ ഇരുന്നോ, നാളെ വേണ്ടേ ശ്രീരാമൻ രാജാവാകാൻ പോവുകയാണ്, നിന്റെ മകനല്ലേ മൂത്തത്, നീ അവൻ രാജാവായാൽ നിന്റെ മകന് നീ ഇവിടെ രാജാവായിട്ട് നടക്കാൻ പറ്റുമോ? ഇനി അവന്റെ ഔദാര്യത്തിൽ വേണ്ട നീ ജീവിക്കാൻ, നീ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത്? അങ്ങനെ ഒരു കാര്യമുണ്ടോ? അന്നേരമാണ് കൈകേയി അത് ഓർക്കുന്നത് പോലും. സ്വന്തം മകനേക്കാൾ ഏറ്റവും സ്നേഹിച്ചത് ആരെയാണ്? ശ്രീരാമനെയാണ്. പക്ഷേ പിന്നെന്താ സംഭവിച്ചത്? ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ശ്രീരാമചന്ദ്രനെ നിർദ്ദയം കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അതാ മന്ദര എന്ന സ്ത്രീയുടെ വാക്കിന്റെ ശക്തിയല്ലേ? ആണോ? അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോഴും വായിലെ സംസാരം കൊണ്ട് ഓരോ കുടുംബത്തെ നശിപ്പിച്ച കഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങള് വളരെ 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 ശ്രേഷ്ഠരായ വ്യക്തികളെ നമ്മൾ കണ്ടു നോക്കൂ. അവരാരും ആവശ്യമില്ലാതെ ഒരു ലൂസ് സ്റ്റോക്ക് ഇല്ലാത്തവരാ. അവരുടെ സമയം അവര് 24 മണിക്കൂറും അവർ വളരെ സൂക്ഷിച്ച് സംസാരിക്കുകയും സൂക്ഷിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത്. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ അത് 10 പേരോട് പറഞ്ഞിട്ടല്ലാതെ നമ്മൾ ഉറങ്ങത്തില്ല. അത് തന്നെയാണ് നമ്മളുടെ പതനത്തിന്റെ ഏറ്റവും വലിയ ആണിക്കൽ എന്ന് പറയുന്നത്. നമ്മൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല. മറ്റുള്ളവരുടെ കാര്യം അറിയാനുള്ള വ്യഗ്രത പോലും നമ്മുടെ കാര്യം സൂക്ഷിക്കാൻ നമുക്ക് അറിയില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ മൂല്യച്യുതി എന്ന് പറയുന്നത്. ഈ മോദിജിയെ പോലെയുള്ളവര് അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാരൊന്നും ആവശ്യമില്ലാതെ ആരുമായിട്ട് ഒരു കോൺവെർസേഷൻ ഒന്നും അവർ നിന്നു കൊടുക്കില്ല. ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അവരോടൊക്കെ ഒരു വാക്ക് കിട്ടണമെങ്കിൽ 1 മണിക്കൂർ കാത്തിരിക്കണം. അവർക്ക് അളന്നു മുറിച്ചേ സംസാരിക്കൂ. അങ്ങനെ ആകുന്ന വ്യക്തികളാണ് ചിന്തിച്ച് സംസാരിക്കുന്നവർ. സീത പോലും ചിന്തിച്ച് സംസാരിച്ചില്ല ലക്ഷ്മണന്റെ മുൻപിൽ, അല്ലേ? ലക്ഷ്മണൻ സ്വന്തം ഭാര്യയെ വീട്ടിൽ വിട്ടിട്ട് ചേട്ടത്തിയമ്മയെ അവര് കിടന്ന് കാട്ടിന്റെ മുകളിൽ ഒരു പർണശാലയിൽ കിടന്നുറങ്ങുമ്പോ താഴെ മൃഗങ്ങൾ വരുന്നുണ്ടോ, കാട്ടാളന്മാര് വരുന്നുണ്ടോ എന്ന് നോക്കി താഴെ കുത്തിയിരുന്ന് ഉറങ്ങുന്ന ലക്ഷ്മണനെ സീത വേദനിപ്പിച്ചില്ലേ? വായിലെ നാക്ക്. അപ്പൊ ഇത് സ്ത്രീകൾക്കൊരു നമുക്ക് നമ്മുടെ ജന്മന ഉള്ളതാണ്. ഇത് ഭാഗവതം എഴുതി വെച്ച വ്യാസമഹർഷി ഉണ്ടായിരുന്ന കാലത്തെ എഴുതി വെച്ച കഥയാണ്. അപ്പൊ അത് ഇപ്പോഴെങ്കിലും നമ്മൾ മാറ്റണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോഴെങ്കിലും അത് മാറ്റണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ നല്ലത് ചെയ്ത് പ്രവർത്തിക്കണ്ടേ? ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ അല്ലെങ്കിൽ നാമം ചെല്ലുന്ന ഒരമ്മയെ ഒരു മക്കള് ബഹുമാനിക്കുമോ? ബഹുമാനിക്കത്തില്ലേ? അമ്മ വീട്ടില് ഒരു നല്ല ഭക്തയാണ്, അമ്പലത്തിൽ പോകുന്നവരാണ്, വേണ്ട എന്നും നാമം ചൊല്ലുന്നവരാണ്, അവരൊരക്ഷരം സംസാരിക്കാത്തവരാണ്, അവര് നല്ല സ്നേഹമുള്ളവരാണ്, ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, എല്ലാ ബന്ധങ്ങളും പരിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരമ്മയാണെന്ന് കണ്ടാൽ മക്കള് ബഹുമാനിക്കുമോ? ബഹുമാനിക്കില്ലേ? ബഹുമാനിക്കും. നമ്മൾ നമ്മുടെ ഇടം കൊടുത്തിട്ടല്ലേ നമ്മുടെ മക്കള് നമ്മളെ അനുസരിക്കാത്തത്. അതാണ് അമ്മമാര് ചിന്തിക്കുക. എനിക്ക് അമ്മമാരോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. കാരണം ഞാനൊരമ്മയാണ്. ഇനിയെങ്കിലും നമ്മുടെ ഹിന്ദു സമൂഹം മാറണമെങ്കിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാത്മാഗാന്ധി എന്ന മഹാൻ പറഞ്ഞത്, ഒരു 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 വ്യക്തി നന്നായാൽ ആ കുടുംബം നന്നാവും. ഒരു കുടുംബം നന്നായാൽ ഒരു പഞ്ചായത്ത് നന്നാവും. ഒരു പഞ്ചായത്ത് നന്നായാൽ ഒരു കോർപ്പറേഷൻ നന്നാവും. ഒരു കോർപ്പറേഷൻ നന്നായാൽ ഒരു ഡിസ്ട്രിക്റ്റ് നന്നാവും, ഇല്ലേ? അങ്ങനെ ഓരോ വ്യക്തിയിൽ നിന്നാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അതിന് നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി
എത്രയോ കാലാകാലങ്ങളിൽ മുൻപ് എഴുതി വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു 50 രൂപയുടെ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ച് നമ്മൾ വായിക്കുന്നത്. നമ്മളതിന് കൊടുക്കാതെ മഹത്വം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് എത്രയോ ഋഷീശ്വരന്മാരുടെ കൈകളിലൂടെയാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ ലളിതാ സഹസ്രനാമം, അല്ലേ? ആണോ? ഹയഗ്രീവ മഹർഷി, അഗസ്ത്യമുനി, അത് കഴിഞ്ഞ് പരമേശ്വരിയുടെ വാഗ്ദേവതകളാണ് ആദ്യം ഇത് ചൊല്ലിയത്. അവിടുന്ന് പരമ്പരയായി എത്രയോ കോടികളുടെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒരു സമൂഹത്തിൽ ഒന്നുമല്ലാത്ത നമ്മളിൽ പോലും ഇതിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഈ സംഭവം, അങ്ങനെയെങ്കിൽ ഒരു സമൂഹത്തെ മാറ്റാൻ സാധിക്കില്ലേ? അതിന് സ്ത്രീകൾ വിചാരിച്ചാൽ നടക്കില്ലേ? ലളിതാ സഹസ്രനാമം 1000 പേരിരുന്ന് 1000 നാമങ്ങൾ ഒരു ദിവസം ചൊല്ലിയാൽ എന്തായിരിക്കും അതിന്റെ ഇമ്പാക്റ്റ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഒരു നാമവും നമ്മൾ ചൊല്ലണ്ട. ലളിതാ സഹസ്രനാമം മാത്രം 1000 പേരെ ഇരുത്തിക്കൊണ്ട് 1000 നാമങ്ങൾ 40 മിനിറ്റ് ഒന്ന് ജപിച്ചു നോക്കൂ. ആ സ്ഥലത്തുണ്ടാകുന്ന ആ ആംബിയൻസ് നമ്മളത് അറിഞ്ഞു തന്നെ ആവണം. അത് ഒരാൾക്ക് മാത്രമല്ല അതിന്റെ ഗുണം കിട്ടുന്നത്. പിന്നെയോ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ ശബ്ദ തന്മാത്രകൾ നമ്മളുടെ ഓരോ ചക്രത്തിലും നാദങ്ങളായിട്ടിരിക്കുന്ന ഈ ശബ്ദ തന്മാത്രകളെ ഈ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങള്, ഈ ബീജാക്ഷരങ്ങള്, ഈ ബീജമന്ത്രങ്ങള്, ഇതെല്ലാം ഈ ചക്രത്തിലൂടെ കടന്ന് സഹസ്രാര പത്മത്തിൽ എത്തുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നടക്കുന്നത്. ഈ അക്ഷരങ്ങളെല്ലാം ഇങ്ങനെ ഊർജം കൈക്കൊണ്ട് പ്രാണ ഊർജം അങ്ങോട്ട് നിറഞ്ഞിട്ട് നമ്മളുടെ ശരീരം മുഴുവൻ ഒരു എനർജി പാസ് ചെയ്യും. ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് എണീക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി നമുക്ക് ഫീൽ ചെയ്യും. എത്ര പേർക്ക് അത് തോന്നിയിട്ടുണ്ട്? ഉണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇരുന്ന് നാമം ചൊല്ലാൻ പറ്റിയില്ല? പണ്ട് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇരുന്ന് നാമം ചൊല്ലണമെന്ന് നമ്മുടെ ആരും പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ കസേരയിലും അവിടെയും ഇവിടെയൊക്കെ ഇരുന്നത് ചൊല്ലുന്നത്. ഇത് തറയിൽ ഇരുന്ന് സംബ്രഹ്മണിഞ്ഞിരുന്ന് നമ്മുടെ മൂലാധാരം ആ ഭൂമിയുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുത്തിയിട്ട് ഈ ലളിതാ സഹസ്രനാമം 40 മിനിറ്റ് ജപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലുവേദന, മുട്ടുവേദന, നടുവേദന ഒന്നും ഉണ്ടാവില്ല എന്ന് ഇതിന്റെ ഫലശ്രുതി പറയുന്നു. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ വാവുകൊണ്ട് ചൊല്ലാനല്ല. ഇത് നമ്മളുടെ ക്ഷേത്രത്തിന്റെ ആരാധനാ ക്രമങ്ങൾ പോലും നമ്മുടെ ശരീരത്തിനെ എൻഹാൻസ് ചെയ്യിക്കാൻ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണ്. ക്ഷേത്രത്തിന്റെ കുളം, പണ്ട് ക്ഷേത്രക്കുളത്തിൽ മുങ്ങിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും അമ്പലത്തിൽ തൊഴാൻ കയറുള്ളൂ. ആ കുളത്തിൽ മുങ്ങിയിട്ട് ആ അമ്പലത്തിന് എത്ര ഏക്കർ സ്ഥലമുണ്ടോ അതിനെ 7 വലത്ത് വെക്കും, ഇല്ലേ? ഈ നനഞ്ഞ തോർത്ത് അല്ലെങ്കിൽ നനഞ്ഞ മുണ്ട് നമ്മളുടെ ഈ വയറിനോട് ചേർന്നിരുന്നിട്ട് നമ്മൾ ഈ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട്, നമ്മുടെ വയറിലുണ്ടാകുന്ന ചൂട്, ഇതിനെല്ലാം ഈ നനഞ്ഞ തോർത്ത് തണുപ്പിക്കും. നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം തണുത്ത് രോഗങ്ങൾ ഇല്ലാതാവും. നമ്മുടെ മേധസ്സുകളൊക്കെ ഉരുകി നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന